നമസ്കാരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം, അതായത് മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിമുഖം ചെയ്യുന്നു എന്ന രീതിയിലുള്ള അഭിമുഖം നമ്മുടെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ പല രീതിയിലും പുറത്തു വന്നിട്ടുണ്ട്. സനോജി, നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ശേഷം ഉയർന്നു കേട്ട ഒരു അഭിപ്രായം എന്നത് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനുള്ള മുഖം മിനുക്കൽ എന്നതാണ്, ഒറ്റവാക്കിൽ പറഞ്ഞത്. അത് അങ്ങനെയാണോ? ഒരർത്ഥത്തിൽ അതിനെ അങ്ങനെ പറയാമെങ്കിലും അതിനെ കുറച്ചുകൂടി ഒരു ഡെപ്ത്, കുറച്ചുകൂടി ഒരു ആഴത്തിൽ കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുമാർജി. കാര്യം ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ തന്നെ മുഖ്യമന്ത്രിയോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനെങ്കിലും ഭയക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം വളരെ തമാശയായി അല്ലെങ്കിൽ കുറച്ച് കാര്യമായിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് പാർട്ടിയെ മാത്രമാണ് ഭയം, മറ്റൊന്നിനെയും ഭയമില്ല എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ഭയക്കുന്നത് കേരളത്തിലെ ജനതയെ തന്നെയാണ്. കാര്യം വോട്ടാണല്ലോ ഇവരുടെയൊക്കെ ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വോട്ട് അടുത്ത ഒരു ഇലക്ഷനെ സമീപിക്കുമ്പോൾ പഴയ ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുമോ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയ്ക്ക് സ്വീകാര്യനാകുമോ എന്നുള്ള വലിയ സന്ദേഹം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഹൈന്ദവരുടെ വോട്ടിലാണ് പുള്ളിയുടെ നിലനിൽപ്പെന്ന് പുള്ളി തന്നെ വിശ്വസിക്കുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലും പുള്ളി വ്യക്തമാക്കിയിട്ടുമുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആ ഹൈന്ദവരുടെ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഈ ഒരു ഇൻ്റർവ്യൂ നമ്മളൊന്ന് കീറിമുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിന് മൊത്തത്തിൽ ഒരു എവിടെയൊക്കെ ഒരു ഹിഡൻ ഹിന്ദുത്വ അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒളിച്ച് കടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം സാധാരണഗതിയിൽ ഹിന്ദുക്കളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ചില വീക്ക് പോയിൻറ്റ്സുകളുണ്ട്, ഇല്ലേ? ഒരു എന്താ പറയാൻ, തറവാട്, അമ്മ, രാമായണം, കഥകൾ, അല്ലേ? ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഫെയറി ടെയിൽസ് പോലുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിനകത്ത് നിറച്ചുള്ള ഒരു വെൽ സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂ എന്നാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. കാര്യം ഇതൊരു വെൽ സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂ ആയിരുന്നു ഇന്നലത്തെ ഇൻ്റർവ്യൂ. നമ്മളത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വശം, അതെടുത്തിരിക്കുന്ന രീതി, അതിൻ്റെ സ്ക്രിപ്റ്റിങ്, അതിൻ്റെ ഡിറക്ഷൻ, ഇത്രയും കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയേണ്ടി വരും. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിൽ വലിയ പുതുമയൊന്നും അദ്ദേഹത്തിന് അവകാശപ്പെടാറില്ല. അദ്ദേഹം അതിലേക്കങ്ങ് ഇഴുകിച്ചേരും, അതും വ്യക്തമാണ്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി, വളരെ കൃത്യമായി തന്നെ ചെയ്തു എന്ന് പറയേണ്ടി വരും. പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഇൻ്റർവ്യൂ എന്ന് തോന്നും. പക്ഷേ അതിനകത്ത് ഈ പറയും പോലെ ഒരുപാട് ഹിന്ദു സമൂഹത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ ഒരുപാട് ഘടകങ്ങൾ അതിൽ ഒളിച്ചു കടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവികത തന്നെയാണ്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ വർഗീയത പറയുകയാണ്, മറ്റാണെന്ന് പറയും. പക്ഷേ നമ്മളൊന്ന് 2-3 വട്ടം ആ ഇൻ്റർവ്യൂ കാണണം, എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ആംഗിളിലൊന്ന് ചിന്തിക്കണം. അതിനകത്ത് ഈ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ സ്വാധീനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ചേക്കേറുന്ന വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പിണറായി വിജയനെയാണോ നമ്മൾ ഇരട്ടച്ചങ്കനെന്നും ധാർഷ്ട്യം നിറഞ്ഞ ആളെന്നും അഹങ്കാരി എന്നും ഒക്കെ പറയുന്നതെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ബോഡി ലാംഗ്വേജ്? മോഹൻലാൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ അഭിനയമാണെങ്കിൽ പിണറായി വിജയനാണ് ശരിക്കും ഈ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങ് അഭിനയിച്ച് തകർത്തിരിക്കുന്നത്. കാര്യം ഇതുവരെ കാണാത്ത അദ്ദേഹത്തിൻ്റെ മുഖം, ചിരി വരാത്ത സന്ദർഭങ്ങളിൽ പോലും ചിരി വരുത്തിക്കൊണ്ട്, ആ മുഖത്ത് ചിരി ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം ആ ചിരി വരുത്തിക്കൊണ്ട് ഇൻ്റർവ്യൂവിൽ നിറഞ്ഞാടിയത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് പറയേണ്ടി വരും കുമാർജി. തീർച്ചയായും അതൊരു വെൽ സ്ക്രിപ്റ്റഡ് ആൻഡ് വെൽ ഡയറക്റ്റഡ് ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ അഭിമുഖമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ടെക്നിക്കലി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, വളരെയധികം കാര്യം എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് കൃത്യമായി കൺവേ ചെയ്യുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ആ ഇൻ്റർവ്യൂ. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ആശയം, ആ ക്രൂ, ഇതിനെയൊക്കെ നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും. ഒരു കാര്യം കൂടെ ഉണ്ട് കുമാറെ, ഇപ്പം ജൻസിയിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ടവർക്കാണ് മുഖ്യമന്ത്രിയെ മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളൊരു വലിയ പുതുമ അവകാശപ്പെടുന്നത്. നമ്മൾ കുറച്ച് നാൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആദ്യമല്ല. 2005 മോഹൻലാൽ ഉമ്മൻചാണ്ടിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ജയ് ഹിന്ദ് ടി വിക്ക് വേണ്ടി ഒരു ക്രിസ്മസ് നാളിലാണ്, ഒരു ഡിസംബർ 25 2005 ഡിസംബർ 25 വൈകുന്നേരം. അന്ന് ജയ് ഹിന്ദ് ടി വിയിലെ മെയിൻ പരിപാടിയായിട്ട്, ഈ ക്രിസ്മസ് സ്പെഷ്യൽ പരിപാടിയായിട്ട് അവർ ടെലികാസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ഉമ്മൻചാണ്ടിയെ ഇതേപോലെ ക്ലിഫ് ഹൗസിൻ്റെ പൂമുഖത്തിരുന്നു കൊണ്ട് മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണാത്തവർ ഇത് ആദ്യത്തെ സംഭവമാണെന്ന് വിചാരിക്കുന്നത്. മോഹൻലാൽ ഒരു മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആദ്യത്തെ വലിയ മഹാസംഭവമൊന്നുമല്ല. പക്ഷേ ഈ അഭിമുഖം, ഈ പറയുന്ന പോലെ വിമർശനം, അതിനകത്ത് ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം, ഹിന്ദു ബിംബങ്ങളെ പ്രത്യേകിച്ച് പരാമർശിക്കാനുള്ള
ഒരു ബോധപൂർവമായ ശ്രമം, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഉപനിഷത്ത് ആഖ്യാനം പോലും ഉണ്ട്. അതെ, ഉപനിഷത്ത് വരികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ഘടന പരിശോധിച്ചാൽ തന്നെ മോഹൻലാൽ ഒരു പാട്ട് പാടുന്നു, തിരികെ പാട്ട് പാടണമെന്നൊരു ആവശ്യം അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. അവസാനം പാട്ടിൻ്റെ രൂപത്തിൽ വരുന്നത് ഉപനിഷത്ത് വാക്യങ്ങളാണ്. കൃത്യമായിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ഓഫ് അതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ഗൂഢാലോചന അതിനകത്തുണ്ടോ? കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വമാണ്, സംഘടനയുമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടിനും വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഈ UDFനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ LDFിൻ്റെ സംഘടനാ സംവിധാനത്തോട് കിടപിടിക്കുന്ന സംഘടനാ സംവിധാനമില്ല. അവരുടെ നേതൃത്വവും വീക്കാണ്. കാരണം നിരവധി ആളുകൾ നേതാവാകാൻ വേണ്ടി അവിടെ കടിപിടി കൂടുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ UDFന് ഇല്ലാത്ത LDFിൻ്റെ ഒരു സ്ട്രെങ്ത് പോയിന്റിനെ ഒന്നുകൂടി തേച്ച് മിനുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. കാരണം ആ ഒരു വ്യക്തി, നമ്മളിപ്പോൾ ഒരു ചെറുകഥ എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു നോവൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു കഥാനായകന് ഒരല്പം അസാമാന്യ കഴിവുകളൊക്കെ കൊടുത്ത് എഴുത്തുകാരൻ അതിനെ, ആ കഥാപാത്രത്തെ നിർമ്മിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ആ ഒരു രീതിയിലേക്ക് പിണറായി വിജയൻ എന്ന നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതൊരു സ്വാഭാവിക ശ്രമം മാത്രമല്ലേ? അല്ല കുമാർ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാൽ? ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി ഇപ്പോൾ വലിയ അസുഖമൊക്കെ കഴിഞ്ഞ് ഈ സമയത്ത് വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടൊരു ഇൻ്റർവ്യൂ എടുത്തില്ല? പാർട്ടിയുടെ തന്നെ ചാനലിൻ്റെ ചെയർമാനാണ് അദ്ദേഹം, ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം, പലപ്പോഴും മുഖ്യമന്ത്രിയുമായി അടുത്ത് ഇടപഴകുന്ന ആളുമാണ് മമ്മൂട്ടി. എന്നിട്ട് എന്തുകൊണ്ട് മമ്മൂട്ടി എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റിവെച്ച് അവിടെ മോഹൻലാലിനെ പ്ലേസ് ചെയ്യുന്നു? അത് തന്നെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. കാര്യം ഈ മലയാളികളുടെ മനസ്സിൻ്റെ വീക്ക് പോയിന്റുകൾ കൃത്യമായി ഒരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ ഈ പറഞ്ഞ മലയാളി മനസ്സെന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു കയറാൻ മുഖ്യമന്ത്രി രണ്ട് ശ്രമങ്ങളാണ് നടത്തിയത്. ഇതിൽ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു പോയി. ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമം. അയ്യപ്പനും മോഹൻലാലും ഈ രണ്ട് കാര്യങ്ങളും പൊതുവേ മലയാളികൾക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രണ്ട് ബിംബങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രായശ്ചിത്തം കൂടിയാണ്. 2018 അവിടെ ശബരിമലയിൽ അരുതാത്ത പല കാര്യങ്ങളും ചെയ്തു, വിശ്വാസ ധ്വംസനം നടത്തി. അപ്പോൾ അതിനെതിരെ എങ്ങനെ ഒരു പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഹൈന്ദവ ജനതയെ കയ്യിലെടുക്കാം എന്നുള്ള ഒരു ആലോചനയാണ് ഈ അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. പക്ഷേ ആ ആശയം അത് ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിലൂടെ പുറത്തു വന്നത്. ഈ ഒരു ഘട്ടത്തിൽ മറ്റേ ഒരു ആയുധം കൂടി എടുത്ത് പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു സമയത്ത്, അതായത് ഇലക്ഷൻ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അല്ലേ, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ഇത് ചേക്കാൻ, നമ്മളിപ്പോൾ ഇന്നലത്തെ ആ ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റുകൾ, അത് പല ചാനലുകൾ ഒരേ സമയം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ചാനലുകളും കയറിയിട്ട് നമ്മൾ അതിലെ കമൻസ് വായിക്കുക. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് വലിയ രീതിയിലുള്ള ചീത്തവിളിയാണ് അതിനകത്ത് വരാറുള്ളത്, അല്ലെങ്കിൽ ട്രോളുകൾ ഒരുപാട് വരാറുണ്ട്. ഇതിലും ട്രോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ശരാശരി മലയാളികളെല്ലാം ഈ ഇൻ്റർവ്യൂ വളരെ നന്നായിട്ടുണ്ട്, പിണറായി വിജയൻ്റെ നല്ല ഒരു ഇൻ്റർവ്യൂ ആണ്, മോഹൻലാൽ നന്നായി ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. കാര്യം ഇത് കൃത്യമായി എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആ സ്ക്രിപ്റ്റിംഗ്, ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ രീതി, ഇത് സ്ക്രിപ്റ്റഡ് തന്നെയായിരുന്നു നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാര്യം മോഹൻലാൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഇൻട്രൊഡക്ഷൻ പറയുന്ന ഭാഗത്തൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, അദ്ദേഹം തന്നെ വളരെ പഠിച്ച് അഭിമുഖം എന്നുള്ളതൊക്കെ അഭിമുഖം എന്നൊക്കെ രണ്ടാക്കി വളരെ കൃത്യമായി ആ പ്രൊനൗൺസിയേഷനിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂവിൽ കടന്ന് മുന്നോട്ട് പോകുമ്പോഴുള്ള ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരവും, ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പറഞ്ഞതുപോലെ കാച്ചിക്കുറുക്കിയ ക്വസ്റ്റ്യൻസാണ്, ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അതിലൂടെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ കേരള ജനതയോട്, കേരളത്തിലെ ഹൈന്ദവ ജനതയെ എന്താണോ പറയാനുള്ളത് അതൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം അമ്മയെ അധികം സ്നേഹിച്ചിരുന്നു, വീട്ടിലേക്ക് ഓടിയെത്താൻ കൊതിക്കുന്ന മനസ്സായിരുന്നു, ഒടുവിൽ അമ്മ അദ്ദേഹത്തിൻ്റെ മടിയിൽ കിടന്നാണ് മരിക്കുന്നത്, തുടങ്ങിയുള്ള കുറേ സെൻറ്റിമെൻ്റൽ പാർട്ട് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതെല്ലാം കൃത്യമായി എന്തൊക്കെയാണോ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് അതൊക്കെ കൃത്യമായി ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ.
പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അദ്ദേഹത്തിന് തന്നെ കേരളത്തിലൊരു വിളിപ്പേരുള്ളത് ഇരട്ടച്ചങ്കൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അതിന് മറ്റൊരു തലം കൊടുക്കാൻ വേണ്ടി തന്നെ മോഹൻലാൽ ഒരു ചോദ്യം ഇതിൽ ചോദിക്കുന്നുണ്ട്. അങ്ങേക്ക് പിണറായി വിജയൻ എന്നല്ലാതെ, അല്ലെങ്കിൽ വിജയൻ സഖാവ് എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വിളിപ്പേരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അതിന് ഉത്തരമായി പറയുന്നുണ്ട്, സ്കൂൾ പഠന കാലഘട്ടത്തിൽ ഒരു അധ്യാപകൻ അദ്ദേഹത്തെ മുഖ്യസ്ഥൻ എന്ന് വിളിച്ചിരുന്നു എന്ന്. അപ്പോൾ ഈ ഇരട്ടച്ചങ്കൻ എന്നുള്ള പേരങ്ങ് മാറുകയാണ്. ഇനി ചിലപ്പോൾ ട്രോളായിട്ടൊക്കെ വരാൻ പോകുന്ന ഒരു പേരും ഇതായിരിക്കും, മുഖ്യസ്ഥൻ. അപ്പോൾ ഇങ്ങനൊരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സഹജീവികളോട്, ഈ മനുഷ്യരോട് മാത്രമല്ല, നായ്ക്കളോടും വളർത്തുമൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാക്കകളോടുള്ള സ്നേഹം, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വളർത്തുനായ റോബിൻ എന്ന് പറയുന്ന ഒരു വളർത്തുനായയുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടാണ് ഒരു നേരമെങ്കിലും ഭക്ഷണം ഉരുട്ടി കൊടുക്കുന്നതെന്നുള്ള ഒരു ഭാഗം. ഇതൊക്കെ പറയുന്നത് മോഹൻലാലിനെ കൊണ്ടാണ്. മുഖ്യമന്ത്രിയല്ല ഈ ഭാഗം വളരെ വിശദമായിട്ട് പറയുന്നത്. മലയാളത്തിലെ ഒരു മഹാനടനെ കൊണ്ട് ഇത് പറയിക്കുകയാണ്. അവിടെയാണ് ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ പവർ. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് മുന്നോട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് അവിടെയാണോ നിങ്ങൾ ഈ പറയുന്ന കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ്, കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൻ്റെ അഴുകിലൂടെ പോലും പോയിട്ടില്ലാത്ത വളരെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ അല്ല നമ്മൾ ഈ അഭിമുഖത്തിൽ കാണുന്നത്. ഉപനിഷത്ത് വചനങ്ങൾ ഉദ്ധരിക്കുന്ന സംസ്കൃത ഉപനിഷത്ത് വചനങ്ങൾ മാത്രമല്ല കുമാര, ഇതിനിടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു തരുന്ന കഥകളിൽ അദ്ദേഹം ഈ രാമായണവും മഹാഭാരതവും ഒക്കെ കേട്ടാണ് വളർന്നത്. ആ കാലത്ത് എനിക്ക് പ്രേതപിശാചികളെ ഭയങ്കര ഭയമായിരുന്നു. കാര്യം അന്ന് ഇരുട്ടിൻ്റെ ഒരു സമയമാണ്, പലയിടത്തും ഇലക്ട്രിസിറ്റി ഒന്നും വന്നിട്ടില്ല. അദ്ദേഹം MLA ആയിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല എന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ എനിക്ക് ഭയമായിരുന്നു, ഇവരെയൊക്കെ ആയിരുന്നു ഭയമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് എനിക്കിപ്പോൾ പാർട്ടിയെ മാത്രമാണ്. അപ്പോൾ അതിന് ട്രോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടിയാണോ പിശാചെന്ന് ചോദിക്കുന്നുണ്ടാരോ. ഇത്തരത്തിലുള്ള ഒരുപാട് മറുപടികൾ ട്രോളുകളായും ഒരുപാട് കാര്യങ്ങൾ നിറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ മോഹൻലാൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ താങ്കൾക്ക് ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വമൊന്നും ഇല്ല എങ്കിൽ താങ്കൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ, എൻ്റെ പിണറായിയിലെ വീട്ടിൽ ചൂട് ചായ കുടിച്ചിരിക്കാനാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഉടൻ തന്നെ താഴെ ട്രോള് വരുന്നുണ്ട്, ഇനിയുള്ള കാലം മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്തരത്തിലുള്ള ട്രോളുകളും അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഉപനിഷത്ത് വാക്യങ്ങൾ അതും സ്ക്രിപ്റ്റഡ് ആയിരിക്കുമോ, അതോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്? അല്ല, ഇത് കേൾക്കുന്നവർക്ക് എന്തോ വലിയ പുതുമയായിട്ടാണ് തോന്നുന്നത്. ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൈരളി TV-യിലെ ശ്രീനിവാസനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലും അദ്ദേഹം ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ശ്രീനിവാസൻ ഇദ്ദേഹത്തിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. താങ്കൾ ഈ അമ്മയുടെ മടിയിൽ കിടന്ന് കഥകൾ കേട്ട് വളർന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് താങ്കളിലേക്ക് ആ ഒരു ആത്മീയ വശം പകർന്നു കിട്ടിയില്ല, എന്തുകൊണ്ട് ആ കഥകളിലെ രൂപങ്ങളിൽ മതിമറന്നു പോയില്ല എന്നൊക്കെ ശ്രീനിവാസൻ വളരെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അന്നും അദ്ദേഹത്തിന് നൽകിയ ഉത്തരം ഇതേ ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞ വരികൾ ഉപനിഷത്ത് വരികളാണ്. ഹൃദിസ്ഥം ഈശ്വരം തക്ത്വ പ്രതിഷ്ഠാം പ്രതിഭാം ഭജേൽ കരസ്ഥം പായസം തൊക്തം കർപ്പൂരസ്ഥം ഗളാലിഹേൽ. അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത്, ഈ കൈ വള്ളയിൽ പായസം വച്ചിട്ട് കൈയുടെ പുറത്തിരിക്കുന്ന പായസത്തിൻ്റെ ഒരു വറ്റിലേക്ക് അത് രുചിക്കാൻ വേണ്ടി കൈ കമഴ്ത്തിയാൽ കയ്യിൽ വെള്ളയിൽ ഇരിക്കുന്ന പായസം കൂടി പുറത്തു പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് യഥാർത്ഥ ഈശ്വരൻ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ മറ്റൊരിടത്ത് തേടി അലയേണ്ടതില്ല എന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കാനുള്ള ഒരു വ്യഗ്രത. മോഹൻലാലൊരു ഗാനം ആലപിക്കാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം അവസാന നിമിഷം വരെയും നമ്മൾ വിചാരിച്ചത് ഒരു പാട്ട് പാടും എന്നായിരുന്നു. പക്ഷേ ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോയിട്ട് അവസാനം പറഞ്ഞത് ഇതാണ്. പക്ഷേ അതൊരു പുതിയ കാര്യമല്ല എന്ന് പറയുകയായിരുന്നു. ഇത് ഇന്നലെ കേട്ടവർക്ക് ഇതൊരു പുതിയ കാര്യമാണ്. പക്ഷേ ഇദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കൈരളി TV-യിൽ ശ്രീനിവാസനോടും ഇദ്ദേഹം ഇതേ ഡയലോഗ് അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ അന്ന് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇതിലും പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ഇതിൽ ചില കാര്യങ്ങളൊക്കെ സമാനമായി വന്നിട്ടുള്ളത്. അല്ല, ഒരു പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ധാരാളം ഈ നമ്മൾ കൊയ്യും വയലെല്ലാം അതുപോലത്തെ ധാരാളം നാടക. അത് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. പൊന്നരിവാൾ അമ്പളിയിൽ എന്നൊക്കെയുള്ള ഒരുപാട് നാടക ഗാനങ്ങളുണ്ട്. അതൊന്നും പറയാതെ എന്തുകൊണ്ട് ഈ ഉപനിഷത്ത് വാക്യം കോട്ട് ചെയ്തു എന്നതിലുണ്ട് കുമാറെ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരം. ഇദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു PR വർക്ക്, അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു PR വർക്കായിരുന്നു ഈ ഇൻ്റർവ്യൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഇനിയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇനിയും കണ്ടെത്താനാകും. ഇപ്പോൾ ഇന്നലെ ഈ ഇൻ്റർവ്യൂ ലൈവ് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ കണ്ടു, ഇന്ന് രാവിലെ ഞാൻ ഒരിക്കൽ കൂടി അത് കണ്ടു. പക്ഷേ ഇനിയും നമ്മളത് കാണുകയാണെങ്കിൽ ഇനിയും അതിൽ നിന്ന് പല കാര്യങ്ങളും വായിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നോ അത് ഏറെക്കുറെ
എത്തി എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ കമൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏറെക്കുറെയുള്ള ഇതിൽ ഈ നിഷ്പക്ഷർ എന്നും നമ്മൾ പറയുന്ന കുറേ ആളുകളുടെ കമൻസ് ഉണ്ട്. ഈ ആദ്യത്തെ ശ്രമം ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു, പക്ഷേ രണ്ടാം ശ്രമം വിജയമെന്ന് തന്നെ പറയാം അല്ലേ? അത്രമാത്രം ഒരു പെർഫെക്റ്റ് ഐഡിയ ആയിരുന്നു എന്നും കൂടി പറയണം അല്ലേ? അല്ല, അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് വളരെ നന്നായിരുന്നു. മാത്രമല്ല ആശയവും കൊള്ളാം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കൊള്ളാം. പിന്നെ പറഞ്ഞതുപോലെ ഈ മോഹൻലാലിനെക്കാളും ഇദ്ദേഹം അങ്ങ് തകർത്ത് അഭിനയിച്ചു അതിനകത്ത്. അതെ അതെ അതെ. എന്തായാലും മുഖം മിനുക്കാനുള്ള അവസാന നടപടി എന്ന നിലയിലായിരുന്നു ആ അഭിമുഖം. പക്ഷേ ആ അഭിമുഖത്തിൻ്റെ എന്താണ് പറയാത്ത എന്ന വാക്കുകൾക്ക് വാക്കുകളുടെ മറയത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ അത് പൊതുജനത്തിന് വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പാർട്ടി ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി ഈ അഭിമുഖം നിർവഹിച്ചു എന്ന്. ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും കുമാർ. ഇതിപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ച ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് പുറത്തുള്ളവർ മാത്രമല്ല, കാര്യം പാർട്ടിക്കുള്ളിലും ഇദ്ദേഹത്തിന് സമീപഭാവിയിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കുറേ പേരെങ്കിലും തിരിച്ച് തന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ്, കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ഒരാൾ വന്നപ്പോൾ കൈതട്ടി മാറ്റി നിർത്തിയ ആ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ബോഡി ലാംഗ്വേജേ അല്ല അദ്ദേഹം ഇന്നലെ അവിടെ കണ്ടത്. ഒരു തിരക്കുമില്ലാതെ, പിന്നെ ഇത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, അദ്ദേഹത്തിൻ്റെ തന്നെ PR വർക്കായതുകൊണ്ട് അദ്ദേഹം അതിൻ്റേതായ ഒരു രീതിയിൽ മാറി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും വലിയ രീതിയിൽ അത് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒരുപാട് PR വർക്കുകളും ഒരുപാട് തള്ളലുകളുടെയും ഒക്കെ 10 വർഷമാണ് കഴിഞ്ഞു പോയത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണോ ഇതെന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.